അത് എന്തുകൊണ്ടോ നമ്മുടെ ചർച്ചിൽ യോസേപ്പ് പിതാവിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. സെൻറ്റ് ജോസഫ്സിൻ്റെ ഒരു പെരുന്നാൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് ചർച്ച് ഇവിടെ വി ആർ മലങ്കര യാക്കോബൈറ്റ് ശ്രീന ഓർത്തഡോക്സ് ചർച്ച്. യാക്കോബൈറ്റ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഇതായിട്ട് വർഷങ്ങളോളം നിലനിൽക്കുന്നത് കൊണ്ട് അത് കളയുന്നതിനോട് ആർക്കും താല്പര്യമില്ല. അതിപ്പോൾ എല്ലാവരും യൂസ്ഡായി. ബാൻഡുകാർ വായിക്കുന്നത് ഒന്നുകിൽ ഒരു ഈ പരേഡിൻ്റെ ഇതുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തീയ ഗാനങ്ങൾ മാത്രമേ പാടുന്നു. ഇപ്പോൾ പള്ളിയിലെ ട്രസ്റ്റീസ് സെക്രട്ടറിമാരൊക്കെ ട്രസ്റ്റീസൊക്കെ ലേഡീസാണ് പറഞ്ഞത്. ബാബയുടെ പേര് ജോസഫ് എന്നാണല്ലോ. പക്ഷെ നമ്മുടെ തുബ്ദൻ്റെ അത് യോസേപ്പ് പിതാവിനെ ഓർമ്മിക്കുന്നില്ല. അത് എന്തുകൊണ്ടോ നമ്മുടെ ചർച്ചിൽ യോസേപ്പ് പിതാവിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അത് ഒരു ശരിയായ രീതി അല്ല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അതിലേക്കും എന്നെ പ്രേരിപ്പിച്ച് പെരുമ്പള തിരുമേനിയാണ്. ആദ്യമായിട്ട് സെയിൻറ്റ് ജോസഫിൻ്റെ നാമത്തിൽ പള്ളി പണിത തിരുമേനിയാണ്. അപ്പം അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ യോസേപ്പ് പിതാവിൻ്റെ ആ ഒരു സമർപ്പണം, ആ ഒരു കരുതൽ, ആ പലായനം ചെയ്തപ്പോൾ കൂടെ നടന്നത് ആദ്യം മുതൽക്കുള്ള അദ്ദേഹത്തിന് അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ അത് വേണ്ടതല്ലേ, സഭയ്ക്ക് വേണ്ടി നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ സെൻറ്റ് ജോസഫ്സിൻ്റെ ഒരു പെരുന്നാൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വർഷം, അല്ലെങ്കിൽ അടുത്ത വർഷം. അതൊരു വലിയൊരു ഇവൻ്റായിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മാർച്ച് 19 പറ്റിയെന്ന് വരുന്നത് നോയമ്പ് കാലമായിരിക്കും. നമുക്ക് വേറെ ഡേറ്റ് കണ്ടെത്താം, എല്ലാവരും ഡേറ്റ് തന്നെ ആവണമെന്നില്ല. സെൻറ്റ് ജോസഫ്സിൻ്റെ പേര് തുബ്ദനിൽ 4-ാമത്തെ തുബ്ദനിലാണ്. എന്തായാലും അത് ചിന്തിക്കാം. അത് ഇവിടുത്തെ സുനോദോസിലുമൊക്കെ അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇനിയിപ്പോൾ 5 വർഷം കഴിയും എന്തായാലും. ഇനി 5 വർഷം കഴിഞ്ഞത് ആ യൂണിവേഴ്സൽ സിനഡ് ഉണ്ടാവുള്ളൂ. അതിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ വേറെ കാര്യം, നമ്മൾ യാക്കോബക്കാരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലയാളികളുടെ മാത്രമല്ലേ ഉള്ളൂ. വെളിയിലോട്ട് പോയി നമ്മൾ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച. അതെ അതെ അതെ. ഈ യാക്കോബ എന്നുള്ള പേര് നമുക്ക് അത് യാക്കോബ് ബുർദാനായിൽ നിന്നും വന്നൊരു പേരാണ്. അത് അതിൻ്റെ ഒറിജിൻ പറയപ്പെടുന്നത് കളിയാക്കി വിളിച്ചു എന്നൊക്കെ പറയപ്പെടുന്നത്. ഈ പോർച്ചുഗീസ് അധിനിവേശ സമയത്തുണ്ടായ സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ യാക്കോബായക്കാരനെ കളിയാക്കി വിളിച്ചു എന്നാണ് ചരിത്രം ഇങ്ങനെ പറയപ്പെടുന്നത്. പക്ഷെ നമ്മളത് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഏറ്റെടുത്തു. അല്ലാതെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകും മറ്റു സമുദായക്കാർക്ക്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നമ്മൾ യാക്കോബ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം യാക്കോബ് ബുർദാനയുടെ പേരിൽ അറിയപ്പെടുന്നത്. ഹി വാസ് എ ഗ്രേറ്റ് സെയിന്റ്. യാക്കോബ് ബുർദാന. നമ്മൾ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന് ഇങ്ങനെ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വി ആർ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്. ഇവിടെ വി ആർ മലങ്കര യാക്കോബൈറ്റ് ശ്രീന ഓർത്തഡോക്സ് ചർച്ച്. യാക്കോബൈറ്റ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഇതായിട്ട് വർഷങ്ങളോളം നിലനിൽക്കുന്നത് കൊണ്ട് അത് കളയുന്നതിനോട് ആർക്കും താല്പര്യമില്ല. അതിപ്പോൾ എല്ലാവരും യൂസ്ഡായി. പിന്നെ ഒരു കാര്യങ്ങളപ്പോൾ ഈ നമ്മൾ പെരുന്നാൾ റാസ വെടിക്കെട്ട് അങ്ങനത്തെ കുറേ വഴി ബ്ലോക്ക് ചെയ്തുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇല്ല. പണ്ട് കാലത്തൊക്കെ ഇത് ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ഈ നമ്മുടെ പ്രധാന പെരുന്നാളുകളിൽ ഈ പറഞ്ഞതുപോലെ പ്രദക്ഷിണം ഓരോ വീടിൻ്റെ മുമ്പിൽ കൂടെ പോവുക, അതിനെ പൊതുസമൂഹം അതിനെ ആദരിക്കുക ഒക്കെ ക്രൈസ്തവരൊക്കെ അതൊരു ഡിക്ലറേഷനാണ്. അപ്പം ക്രൂശ് കർത്താവിൻ്റെ സ്ലീബ നമ്മുടെ പ്രദക്ഷിണമാണല്ലോ. അത് സ്ലീബ എല്ലാ അർത്ഥത്തിലും ദേശത്തിനും ദേശവാസികൾക്കും എല്ലാം ഒരു രക്ഷയുടെ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു മെസ്സേജാണ് അത് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു സെയിൻറ്റിൻ്റെയൊക്കെ പെരുന്നാളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം അതിൽ വിശ്വസിക്കുന്ന ആളുകളുമാണ്, അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നവരാണ്. അത് തുടങ്ങുന്ന കാലത്ത് ഇവിടെ വണ്ടിയുണ്ടോ? റോട്ടിൽ വണ്ടിയൊന്നുമില്ല. ഇല്ല. അന്ന് കാളവണ്ടിയും കട്ടവണ്ടിയും ഒക്കെ മറ്റേ വണ്ടികളൊക്കെ ഉള്ളൂ ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് തുടങ്ങിയത് ഇപ്പം വണ്ടികൾ മുട്ടിയിട്ട് റോട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടരുന്നതിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. അതുമൊക്കെ പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള റാസാകളും, അതുപോലെ തന്നെ റാസാകളിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള അനാവശ്യമായ അലങ്കാരങ്ങൾ, ശബ്ദകോലാഹലങ്ങൾ, അതൊക്കെ ഒരു ബാഹ്യമായ ബാഹ്യനയനങ്ങൾക്കും ഒക്കെ കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. അവരുടെ ഒരു പള്ളിക്കാർ പറയുന്ന ദേശത്തിൻ്റെ ഉത്സവമാണ്. പിന്നെ ഈ ഹിന്ദു കൾച്ചർ ഒത്തിരി നമ്മളിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ആത്മീയ അന്തരീക്ഷം പാടെ നശിപ്പിച്ചുകൊണ്ടുള്ള
അങ്ങനെയുള്ള അലങ്കാരങ്ങളും അങ്ങനെയുള്ള ആഘോഷങ്ങളും ശബ്ദകോലാഹലങ്ങളും ഒക്കെ ഞാൻ പറയാറുണ്ട് നമ്മുടെ പള്ളികളിലൊക്കെ. ഒരിക്കലും നിങ്ങൾ ഈ ബാൻഡ് മേളം ഉണ്ടാകും. അപ്പോൾ ഈ ഞങ്ങളുടെ പള്ളിയിലെ മൊളന്തി പള്ളിയിലൊക്കെ പ്രദക്ഷിണം ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങിയാൽ തീരുന്നത് രാത്രി 11 മണിക്കാണ്. അപ്പോൾ ഈ ബാൻഡ് മേളത്തിൻ്റെ പാട്ടുകൾ, സിനിമാ പാട്ടുകൾ, നല്ല ഈ എന്തുവാ പറയുമല്ലോ, ഭയങ്കര സ്പീഡുള്ള സിനിമാ പാട്ടുകളൊക്കെ, അതിനെന്ത് പേൻ ഡപ്പാങ്കുത്ത് പോലെയുള്ള സാധനം, ഇതൊക്കെയാണ് ഇവർ വായിക്കുന്നത്. പിന്നെ എന്ത് ആത്മീയതയാണ്. അപ്പോൾ ഞാൻ പ്രശ്ന നടപടി ശേഷം കൊടുത്തു, ബാൻഡുകാർ വായിക്കുന്നത് ഒന്നുകിൽ ഒരു ഈ പരേഡിൻ്റെ ഇതുണ്ടല്ലോ, അതല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തീയ ഗാനങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതനുസരിച്ച് ആൾക്കാർക്ക് ധ്യാനിക്കാൻ പറ്റുമോ? മറിച്ചുള്ളതെല്ലാം തെറ്റായ പ്രവണത. സിനിമാ പാട്ടാണ്, പോപ്പുലർ സിനിമാ പാട്ടുകളായിരിക്കും എല്ലാം. ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും. പ്രദക്ഷിണത്തിന് പോപ്പുലർ സിനിമാ പാട്ടിൻ്റെ ബാൻഡ് വെച്ചാൽ എന്താ, എങ്ങനെ അത് മാച്ചാവും? അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇനിയും ഉപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വെടിക്കെട്ട്, അതൊരു ഹിന്ദു കൾച്ചറിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതൊക്കെ ഈ പള്ളിമണിയും ഈ സൗണ്ട് സിസ്റ്റമൊക്കെ പണ്ട് കാലത്ത് ഈ പറഞ്ഞതുപോലെ ദൂരദേശങ്ങളോട് കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യാം. ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം അങ്ങനെ ശബ്ദകോലാഹലമുള്ള മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതൊന്നും ശരിയായ നടപടിയൊന്നുമല്ല. കുർബാനയെ വിശ്വസിക്കുന്നവർക്കും കുർബാന സ്വീകരിക്കുന്നവർക്കും കേൾക്കാനുള്ള ശബ്ദത്തിലേ പാടുള്ളൂ. ഇതൊന്നും അല്ലാണ്ട് ഓരോ മറ്റു ജോലി ചെയ്തിരിക്കുന്ന കുർബാന കേൾപ്പിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ശരിയല്ല. അത് മൈലുകളോളം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കുർബാന, അല്ലെങ്കിൽ അവിടുത്തെ പ്രസംഗം. ആർക്കും നോബഡി ഈസ് ലിസണിങ്. അല്ല, അവർക്കൊക്കെ എതിർപ്പുണ്ട്. എതിർപ്പുണ്ട്. രാത്രിയിലും 10 മണി കഴിഞ്ഞും ഒക്കെ ഇങ്ങനെ തുടരുമല്ലേ. ഇവിടെയൊക്കെ ഇത് പറ്റത്തുള്ളൂ. വിദേശ രാജ്യങ്ങളിലൊന്നും പറ്റത്തില്ല. 10 മണി കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് പൊല്യൂഷൻ പാടില്ല, അത് അനുവദിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള നിയമങ്ങൾക്കൊന്നും കർക്കശമല്ലാത്തതുകൊണ്ടൊക്കെ നടക്കുന്നു. അതൊക്കെ മാറി ചിന്തിക്കേണ്ടതാണ്. ഒരു ആത്മീയത നമുക്കിപ്പം ഈ അല്ലാത്ത രീതിയിലുള്ള ആഘോഷങ്ങൾക്ക് എന്തെല്ലാം ഇടങ്ങൾ വേറെയുണ്ട്. പള്ളിയിലേക്ക് അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് വേണ്ട, അത് നല്ലതല്ല. അത് ചെയ്യേണ്ട കാര്യങ്ങൾ പറയും, അവർ ചെയ്യാനായിട്ട് സമയം കൊടുക്കും. സാവകാശം അവർ തന്നെ അത് ബോധ്യപ്പെട്ടിട്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ലേഡീസിൻ്റെ റെപ്രസെൻറ്റേഷൻ സംബന്ധിച്ചുള്ള പള്ളികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അംഗീകരിക്കാൻ. ഒരു മെയിൽ ഡൊമിനേഷൻ നമ്മുടെ ചർച്ചിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനാരും അംഗീകരിച്ചില്ല. ചിലർക്ക് അംഗീകരിച്ചു. പക്ഷേ ഒരു 2 വർഷം സമയം കൊടുത്തപ്പോഴത്തേക്കും പല പള്ളികളും അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ പള്ളിയിലെ ട്രസ്റ്റീസ്, സെക്രട്ടറിമാരൊക്കെ, ട്രസ്റ്റീസൊക്കെ ലേഡീസാണ് പറയുന്നത്, കമ്മിറ്റിക്കാർ വരുന്നു. നമ്മുടെ മാനേജിങ് കമ്മിറ്റിയിലേക്കും സമിതികളിലേക്കൊക്കെ പേഴ്സണലേക്ക്. ഏത് കാര്യത്തിനും നമ്മൾ ഈ നിർബന്ധമായിട്ട് മാറ്റാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ, ഒരു നിരന്തര വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ചേഞ്ചസ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ഉൾക്കൊള്ളില്ല. ആ ഒരു സൈക്കോളജി വർക്കൗട്ട് ചെയ്യണം ചില കാര്യങ്ങളിൽ. ഞാൻ അത്രേ പറയാനുള്ളൂ. സമയം കൊടുക്കുവാണെങ്കിൽ ഗ്രാജുവലി പീപ്പിൾ വിൽ റിയലൈസ്, ഓക്കെ